ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം, ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ ഇപ്പോഴേ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ഈ പാരലോഗ്രാമിൻ്റെ ഹൈറ്റ്, ഇതാണ് നല്ല സുന്ദരം പാരലോഗ്രാം. ഈ പാരലോഗ്രാമിൻ്റെ ഹൈറ്റ്, ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഒക്കെ എന്ന് പറയുന്നത്. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? കഴിഞ്ഞ വീഡിയോ ടീച്ചർ പറഞ്ഞല്ലോ. ഇപ്പം ഇത് ബേസ് ആയിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം അതേപോലെ ഒരു പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ സൈഡ് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ്. ഇവിടെ നിന്ന് വേണമെങ്കിലും വരയ്ക്കാം, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അറിയേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ബേസ് ആയിട്ടും എടുക്കും. ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് ആണ് ഇതിന്റെ ഹൈറ്റ് ഓഫ് ദ പാരലോഗ്രാം. അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഏരിയ ഓഫ് എ പാരലോഗ്രാം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഏരിയ ഓഫ് എ പാരലോഗ്രാം കാണാനായിട്ട് നമുക്ക് ആദ്യം അറിയാം റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല അറിയാം അല്ലേ? എന്താണ് റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല? L/B ആണ്. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്. ഓക്കെ, L/B ആണ്. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ് റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോഴോ ഇവിടെ ഒരു പാരലോഗ്രാം ഉണ്ട്. ഓക്കെ, അങ്ങ് പോട്ടെ. അപ്പോൾ നല്ലൊരു സുന്ദരം പാരലോഗ്രാം ഉണ്ടല്ലേ? അപ്പോൾ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? അല്ലേ, ഇതാ ഈ സൈഡിൽ നിന്ന് വേണ്ട ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിളാണ്. ഇവിടെ 90 ഡിഗ്രി ആണ്. അതായത് ഇവിടെ 90 ആണ്, ഇവിടെ 90 തന്നെയാണ്. അപ്പം അത് കട്ട് ചെയ്ത്, ഈ കോർണർ കട്ട് ചെയ്ത് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ ആയില്ലേ? തിരിച്ചായാലും ആ സൈഡ് കട്ട് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നാലും സെയിം തന്നെ ആണ്. അപ്പോൾ നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയയും റെക്റ്റാങ്കിളിന്റെ ഏരിയയും സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഫോർമുല തന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഓൺലി തിങ് എന്തുവാണ്, നമ്മൾ അതായത് പാരലോഗ്രാം ആകുമ്പോഴത്തേക്ക് ഇത് ലെങ്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, ലെങ്ത് റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. നമ്മളിത് പാരലോഗ്രാം ആണെങ്കിൽ ഈ സൈഡ് ബേസ് ആയിട്ട് കൊടുക്കുകയാണ്. ഇത് ബേസ്. ഓക്കെ, ഇനി പാരലോഗ്രാമിന്റെ നമ്മൾ നേരത്തെ റെക്റ്റാങ്കിൾ ആകുമ്പോഴത്തേക്ക് ഇത് ഹൈറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. L/B ബേസ് ഉണ്ടല്ലോ. ഓക്കെ, ഇനി ബേസ് ഇൻറ്റു ഈ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ പാരലോഗ്രാമിന്റെ ഏതായിട്ട് വരും? റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത്. ഓക്കെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് പാരലോഗ്രാമിന്റെ ഹൈറ്റ് ആയിട്ട് വരും. അത് മാത്രം ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ആയിട്ട് എടുക്കുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സിന് ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നിന്ന് വരും. ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് ആണ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈ പാരലോഗ്രാമിന്റെ ഏരിയയും സെയിം ആണ്. അപ്പോൾ നമുക്ക് L/B ആ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. ഈ പാരലോഗ്രാം ആകുമ്പോഴത്തേക്ക് ലെങ്തിന് പകരം നമ്മൾ ബേസ് കൊടുക്കുന്നുണ്ട്. ബേസ് ഇൻറ്റു ഈ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ്, റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാരലോഗ്രാമിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് ഫോർമുല ആയില്ലേ? ദാറ്റ് ഈസ് B ഇൻറ്റു H ആണ് പാരലോഗ്രാമിന്റെ ഏരിയ. വെരി ഈസി അല്ലേ? ഓക്കെ, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളും പാരലോഗ്രാമിന്റെ ഏരിയയും കണക്ട് ചെയ്ത് പഠിച്ചോളണം. പാരലോഗ്രാമിന്റെ ഏരിയ ആകുമ്പോഴത്തേക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് ബേസ് ആയിട്ട് എടുത്താൽ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഹൈറ്റ് എടുക്കാം. ഓക്കെ, ഇത് ഹൈറ്റ് ആണ്, ഇത് ബേസ് ആണ്. B ഇൻറ്റു H. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഒരു ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് B. ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ള എന്തുവാണെന്ന് അറിയാമോ? അല്ലേ, ഒരു ഗ്രാഫ് പേപ്പർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് വലിയൊരു പാരലോഗ്രാം വരച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ യൂണിറ്റ് സ്ക്വയേഴ്സ്, ഇവിടെ യൂണിറ്റ് സ്ക്വയേഴ്സ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 യൂണിറ്റ്. ഇപ്പൊ ഇവിടെ ഈ ഗ്രാഫ് പേപ്പറിനകത്ത് എല്ലാം 1 സെന്റിമീറ്റർ വരുന്ന സ്ക്വയേഴ്സ് ആണ്. ഇതിനാണ് യൂണിറ്റ് സ്ക്വയേഴ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സൈഡ് 1 മീറ്റർ വരുന്ന യൂണിറ്റ് സ്ക്വയറും ഉണ്ട്. യൂണിറ്റ് സ്ക്വയർ മീൻസ് എ സ്ക്വയർ വിത്ത് സൈഡ് 1 യൂണിറ്റ്. ഇവിടെ 1 സെന്റിമീറ്റർ വരുന്ന സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ഈ യൂണിറ്റ് സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കുന്നത് നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കൗണ്ടിങ് യൂണിറ്റ് സ്ക്വയേഴ്സ്.
കൗണ്ടിങ് യൂണിറ്റ് സ്ക്വയർസ് വെച്ച് ഏരിയ കണ്ടുപിടിക്കുന്നത്. ടീച്ചർ ആ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാ ഒരു ചെറുത് വരയ്ക്കണം, ഒരു ഗ്രാഫ് പേപ്പറിന് അത് ചെറിയ പാരലോഗ്രാം വരച്ചിട്ട് ഇവന്റെ ബേസും ഇതെല്ലാം ഓരോ യൂണിറ്റ് ആണ്. 1 2 3 4 5. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണ് ബേസ്. ഹൈറ്റ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ്. ഇവിടെ നിന്ന് വരച്ചാലും സെയിം തന്നെ കിട്ടും. അത് 3 സെന്റിമീറ്റർ ആണ്. 1 2 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ ബേസിന്റെ ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 15 cm സ്ക്വയർ എന്ന് കിട്ടും, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി നിങ്ങൾ ഇവിടുത്തെ യൂണിറ്റ് സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്ത് നോക്കിയാൽ എക്സാക്ട് സെയിം തന്നെ ആയിരിക്കും. യൂണിറ്റ് സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്യാൻ ഇവിടെ എല്ലാം നിങ്ങൾ ഫുൾ യൂണിറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഹാഫ്. ഇതിന്റെ ഡയഗണൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എല്ലാം ഹാഫ് തന്നെ ഇവിടെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഹാഫ് പ്ലസ് ഹാഫ് 1 കൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് ഈ ആക്ടിവിറ്റി എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് റോംബസ് അല്ലേ? നെക്സ്റ്റ് റോംബസിന്റെ ഏരിയ ആയിട്ട് അടുത്ത വീഡിയോ. ഓക്കെ, ബൈ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.